കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് തന്നെയാണ്. അപ്പം എല്ലാവരും ഓൺലൈനിലുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇത്ര നേരം കേൾക്കുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ടോ? എനിക്കറിയാം ഇത് ഇങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാൻ പറ്റും? വേറെ എങ്ങനെയും സംസാരിക്കാൻ പറ്റുമോ? മാക്സിമം ഞാൻ ബോറടിപ്പിക്കാതെ എല്ലാം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇടയ്ക്ക് ഇങ്ങനെ വായിക്കൊണ്ടൊക്കെ വരാം. വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇനി നമ്മൾ അതെ, അപ്പൊ എല്ലാവരും ഓൺലൈൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ടെസ് എന്ന് പറയുന്ന കോയിനെ കുറിച്ചാണ്. ടെസ് കോയിൻ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ടെസ് കോയിൻ നമുക്കറിയാം. ടെസ് കോയിന്റെ ഓരോ ഡെവലപ്മെന്റും നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഫേസ് വണ്ണില് ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്, അല്ലെ? അവിടെയാണ് സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓഡിറ്റിങ്, ഇതൊക്കെ നമ്മളുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. ആരെങ്കിലും വൈറ്റ് പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് പേപ്പർ എടുത്തൊക്കെ നോക്കണം, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇതൊക്കെ സക്സസ്ഫുൾ ആയി നടന്നിട്ടുണ്ട്. സെക്കൻഡിൽ എന്താണ്? ഇതിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ടെക്നിക്കലി ഇത് കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കണം. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് വേർഷൻ വരണം. ഇതിന്റെ കൂടെ തന്നെ ടെലിഗ്രാമിലുള്ള കമ്മ്യൂണിറ്റികൾ സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് ഇൻകം ആണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ ഡെക്സാപ്പിൽ പോയി നേരെ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് ക്ലിക്ക് ചെയ്ത് ഇന്ന് 10 ഉണ്ടെങ്കിൽ 10, 100 ഉണ്ടെങ്കിൽ 100, 500 എങ്കിൽ 500 എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. കറക്റ്റ് അല്ലേ? അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഗ്ലോബൽ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി അവർ ചെയ്യുന്നത് ടെലിഗ്രാമിലും ഡിസ്കോഡിലും ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ് ആണ് കേട്ടോ, ഇതിലൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും ഇവര്. ഈ കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആണോ, ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. ടെലിഗ്രാം ചാനൽ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് 10 100 പേരെ ഉണ്ടാവുള്ളൂ. മിച്ചമുള്ളതെല്ലാം 12,600 പേരും ഗ്ലോബലി ഉള്ള അത്യാവശ്യം നല്ല ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരതിനകത്തുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു? അതിനുവേണ്ടി മാർക്കറ്റിംഗ് സെറ്റപ്പ്, കമ്മ്യൂണിറ്റി സെറ്റപ്പ് ചെയ്യണം. ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലെ തന്നെയാണ്. അതിനകത്ത് ഡിസ്കഷൻസ് നടക്കും, AMA സെഷനുകൾ നടക്കും. ആസ്ക് മീ എനിത്തിങ് ഉള്ളതാണ് AMS. അത് നമുക്ക് പല പ്രാവശ്യം നടന്നു കഴിഞ്ഞു എക്സ് ഹാൻഡിൽ. അപ്പൊ ഇങ്ങനെ പല പല കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു. സംഭവിച്ചോ ഇല്ലയോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനോ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനോ ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ആരും ഇത് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമായിരുന്നു ആഗ്രഹം. കാരണം എക്സിറ്റോ അല്ലെങ്കിൽ എൻട്രിയിൽ എവിടെ കൊണ്ട് ഇത് നിർത്തണമെന്നോ എങ്ങനെ ഭംഗിയായി ഇത് നിർത്താമെന്നുള്ളതിനെ കുറിച്ചോ അവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ഇതെല്ലാം ഉണ്ട്. ഇതിനുശേഷം എന്താണ്? ഫേസ് 3ലേക്ക് വന്നു. ടോക്കണോമിക്സും വൈറ്റ് പേപ്പറും ഒക്കെ അവിടെ വെച്ച് വന്നു. സപ്ലൈ എവിടെ എത്രയാണോ ഉണ്ട് നോക്കിയിട്ടുണ്ടോ? ഡെക്സാപ്പ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. ഇന്ന് മിനിങ്ങാന്ന് എനിക്ക് ഒരു ലീഡർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എത്രയാണ് ടോട്ടൽ സപ്ലൈ എന്ന്. ടോട്ടൽ സപ്ലൈ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ കയറി ലോഗിൻ ചെയ്ത് വാലറ്റിൽ പോകുന്നുണ്ടല്ലേ ഈ പ്രശ്നം. ടോട്ടൽ സപ്ലൈ ഒക്കെ നോക്കിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? നമ്മൾ ഈ കറൻസിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സത്യസന്ധമായ കാര്യം. അപ്പൊ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒന്ന് നോക്കണം, ശരിക്കും ഉണ്ടോ ഇതൊക്കെ. ശരി, അതൊക്കെ ഇനി ഇങ്ങനത്തെ കോളൊന്നും പറഞ്ഞ്, കാരണം 1.5 വർഷമായ നമ്മളുടെ പ്രസ്ഥാനത്തിനകത്ത് ഇനി നമ്മളുടെ ടോട്ടൽ സപ്ലൈ എത്രയാണ് എന്നൊന്നും വിളിച്ച് ചോദിക്കരുത്. കാരണം നമ്മൾ വലിയ വളർച്ചയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ കറൻസിയുടെ ഫുള്ള് സ്മാർട്ട് കോൺട്രാക്ട്, ടോക്കണിന്റെ ഇൻഫർമേഷൻ, ഏത് നെറ്റ്വർക്കിലാണ്, എന്താണ് അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സ്, ഇതിന്റെ വൈറ്റ് പേപ്പർ, എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ ഈ സംഭവം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോയത്. ഇതിനു ശേഷം ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ അവിടെ എത്തി. അതിനുശേഷം ടോക്കണോമിക്സ് എന്ത് ചെയ്തു? അലോക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യൂട്ടിലിറ്റി, സ്റ്റേക്കിംഗ് ഉണ്ടോ, റിവാർഡ്സ് എങ്ങനെയാണ്, അതിന്റെ ഗവേണൻസിന് വേണ്ടി എത്ര പെർസെൻറ്റേജ് ആണ്, ഇതൊക്കെ വന്നു, അല്ലെ? ഇതൊക്കെ കഴിഞ്ഞു. 4ാമത്തത് ലിസ്റ്റിംഗ് ഫേസിലേക്ക് നമ്മൾ പോയി. ലിസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെക്സ്, ഡീസെൻട്രലൈസ്ഡ് ആപ്പിൽ നമ്മൾ വരണം. പാൻകേക്കിനകത്ത് ലിക്വിഡേഷൻ വരണം. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുവാണ് എന്താണ്? നമുക്ക് ICO നടക്കുന്നത് ഇറ്റ്സ് എ സെൻട്രലൈസ് തിങ്. ആൻഡ് ഓൾസോ ഇനി അങ്ങോട്ട് പോകേണ്ടത് നോക്കിയാൽ താഴെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് കാണണം. കോയിൻ GQ പോലുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഇത് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഗെയിംസുകൾ കൊണ്ടുവന്നു. ആ ഗെയിംസ് ഫൺ ആൻഡ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. കുറേ ആൾക്കാർ ഇപ്പൊ ഡെയിലി ഇരുന്ന് നൈറ്റ് നമ്മളുടെ ഗെയിംസിൽ കളിക്കുന്നുണ്ട്. അവർ P2E മോഡലിലേക്ക് നമ്മൾ ഉടനെ ആക്കും. അതായത് പ്ലേ ടു ഏൺ. കളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗെയിംസ് ഓരോന്നും കളിക്കുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ മാറും. ഇനി ഇതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സ്ട്രക്ചർ, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇൻ ദ സെൻസ് ഈ പറയുന്ന AMA സെഷനുകളൊക്കെ വെച്ച് 10,000-3000 പേര്, 10,000-7,000-8,000 പേര് നമ്മളുടെ വാലറ്റിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വേണ്ടത് എന്താണ്?
ക്ലിക്കർ ഗെയിംസ് വന്നു. ശ്രദ്ധിച്ചു നോക്കി, ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. NFT ബേസ്ഡ് ഗെയിംസ് നമ്മൾ വരാൻ വേണ്ടി പോകുന്നു. മെറ്റാവേഴ്സിലേക്ക് നമ്മൾ പോകുന്നു. റിവാർഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. അപ്പൊ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനകത്ത് വളരെ ഒരു വലിയ ഗെയിംസ് ഓഫൻ ഗ്രോ വൈറലി, എസ്പെഷ്യലി വിത്ത് റെഫറൽ സിസ്റ്റംസ് ഓർ റിവാർഡ്സ്. അതായത് ഒരു ഗെയിം വരുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളിലേക്ക് ടെസ്റ്റ് കറൻസി എത്തിക്കാൻ വേണ്ടിയാണ്. ടെസ്റ്റ് കറൻസി എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള ഉപയോഗങ്ങൾ പാർട്ടിലേക്ക് നമ്മൾ എന്തായാലും ഇപ്പൊ കടക്കുകയാണ്. ഓക്കെ, ഈ നമ്മുടെ കറൻസി എന്തായാലും ഉപയോഗത്തിന്റെ പാർട്ടും കടന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും എത്രയും ഫാസ്റ്റ് ആയിട്ട് കോയിൻ സ്റ്റോർ ഡൗൺലോഡ് ചെയ്തിട്ട് കോയിൻ സ്റ്റോറിൽ ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് നമ്പർ 1 റെഡിയാണോ? കോയിൻ സ്റ്റോറിൽ അക്കൗണ്ട് സെറ്റ് ചെയ്യുക. കോയിൻ സ്റ്റോറിൽ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ഈ കോയിൻ സ്റ്റോറിൽ വരുന്നത് കൊണ്ട് മാത്രമല്ല, ഇത് എങ്ങനെ വരുന്നു, ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളുടെ കറൻസി ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ കറൻസി ഉപയോഗിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അടിപൊളിയല്ലേ? സൂപ്പറാണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഉപയോഗമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഈ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നു. കോയിൻ സ്റ്റോറിൽ എത്തുന്ന കാര്യങ്ങൾ, ഓൺ ബോർഡിങ് എല്ലാം നമ്മൾ ഏകദേശം ആയി കഴിഞ്ഞു. ഓൺ ബോർഡിങ്ങിന്റെ എല്ലാ പ്രൊസീജിയേഴ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ICOയ്ക്കകത്തൂടെ ഈ കറൻസി മേടിക്കാം. ICOയ്ക്കകത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 90 മുതൽ 120 ദിവസം അത് വിൽക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? അപ്പം ഇതിന്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ 10 പൈസ എന്നുള്ളത് 1 രൂപയിൽ നിന്നും 2 രൂപയിലേക്ക് പോകും. അതിന്റെ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും. ശരിയല്ലേ? ഇത് നമ്മൾ 100% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഓൺ ബോർഡിംഗ് പ്രോസസ് എല്ലാം ഏകദേശം 60 മുതൽ 70% കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരിലേക്കും ടെസ്റ്റിനെ എത്തിക്കണം. വളരെ പബ്ലിക് നോക്കുമ്പോഴത്തേക്കും പബ്ലിക് നോക്കുന്ന ഒരു സ്ഥലത്ത് എന്തുണ്ടാവണം? നമ്മുടെ ടെസ്റ്റ് വേർഡ്സും ടെസ്റ്റ് കറൻസി ഉണ്ടാവണം. ഇതാണ് ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് പലയിടങ്ങളിലൂടെ മാർക്കറ്റിംഗ് ടീം ചിന്തിച്ചു. അങ്ങനെ മാർക്കറ്റിംഗ് ടീം ചിന്തിച്ചപ്പോഴത്തേക്കും ഇന്നൊരു പ്രത്യേക തരത്തിലുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നാൽ സിനിമാ മേഖലയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നല്ല സിനിമ ഇറങ്ങി. ആ സിനിമയുടെ പേരെന്താ പറയുന്നത്? എനിക്ക് കാണാം. ദൃശ്യം 3 അല്ലെ? ദൃശ്യം 3 വളരെ നല്ല ഹിറ്റ് ചാർട്ടിലിടുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ആസ് എ മലയാളി, ആസ് ആൻ ഇന്ത്യൻ, ആസ് എ വേൾഡ് മൂവി ലവർ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നമ്മളുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. ശരിയല്ലേ? സസ്പെൻസ് അധികം, സസ്പെൻസ്. ഈ ലാലേട്ടന്റെ ബർത്ത്ഡേ എന്നുള്ള ദിവസം നമ്മൾ ഒരു പുതിയ മൂമെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു 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 സ്ഥലമുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ആ സ്ഥലത്തിന്റെ പേരിനെ കുറിച്ച്. ആ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് വെംബ്ലി അരീന എന്നുള്ള സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ അരീനാസിൽ ഒന്നാണ് ഇത്. ഓഫ് കോഴ്സ് നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇവിടെ വെച്ച് ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാമിൽ വെംബ്ലി അരീനയിൽ ആ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും. ആ പ്രോഗ്രാമിൽ വെച്ച് റെഡിയാണോ? ആ പ്രോഗ്രാമിൽ വെച്ച് ഒരു വമ്പൻ പരിപാടി നടക്കുന്നുണ്ട്. ആ വമ്പൻ പ്രോഗ്രാമിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഭവം കൂടെ നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ആദ്യമായിട്ട് വലിയൊരു മൊമെന്റിലേക്ക് നമ്മൾ പോകുന്നു. ലോകത്തിന്റെ ഫസ്റ്റ് ആയി തന്നെ. ഓക്കെ, റെഡിയാണോ കാണാൻ വേണ്ടി? റെഡിയാണോ? ഇച്ചിരി ഇതൊക്കെ വേണ്ട അല്ലേ? ഇതാ വെംബ്ലി അരീനയിൽ വെച്ച് വലിയൊരു ഇവന്റ് നടക്കുകയാണ്. ആ ഇവന്റിൽ ടെസ്വേഴ്സ് ആണ് നമ്മുടെ പ്ലാറ്റിനം സ്പോൺസർ. ആ പ്ലാറ്റിനം സ്പോൺസർ വെച്ച് ലാലേട്ടൻ ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ പർച്ചേസ് എൻട്രി ടിക്കറ്റുകൾ നമുക്ക് ടെസ്കോയിൻ വെച്ച് വാങ്ങിക്കാൻ സാധിക്കും. ടെസ്കോയിൻ വെച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലായിടത്തും മെയിൻ സ്ഥലങ്ങളിൽ ടെസ്കോയിൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അരീനയിൽ, വെംബ്ലി അരീനയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നമ്മളാണ് നമ്മുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ടെസ്വേഴ്സിന്റെ ടെസ്കോയിൻ ആയിരിക്കും അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് വളരെ പ്രൈഡായിട്ട് നമുക്ക് സംസാരിക്കാൻ ഇനി എവിടെയും ചെന്ന് പറയാം. ഭയങ്കര മാർക്കറ്റിംഗ് പ്രൊമോഷൻ നമുക്ക് കിട്ടും. അവിടെ വെച്ച് ആൾക്കാർ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ടെസ്കോയിൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും പിന്നെ അതിന് പറയേണ്ട ആവശ്യമില്ല. ടെസ്കോയിന്റെ ട്രാൻസാക്ഷൻ കൂടുകയാണ്, അതിന്റെ വിലയും കൂടുകയാണ്. അതിന്റെ കൂടെ തന്നെ അത് എവിടെ ഉണ്ടാവും? കോയിൻ സ്റ്റോറിൽ ഇത് വാങ്ങാനും സാധിക്കും. അപ്പം ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഈ ഒരു തുടക്കത്തിലൂടെ നമ്മൾ എവിടെ ചെല്ലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ വമ്പൻ പ്രൊമോഷൻസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ടെസ്കോയിനുമായിട്ട് നിൽക്കുന്ന
ഒരു മൊമെന്റ് അധികം ദൂരത്തല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ അനദർ തിങ് ഈസ് ദാറ്റ് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ജൂണിൽ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ. പ്രീമിയർ ലീഗിൽ നമ്മളുടെ ജേഴ്സിയിൽ ഇവിടെ ടെസ്റ്റ് കോയിൻ ഉണ്ടാവും, അവിടെ നമ്മളുടെ ബൗണ്ടറികളിൽ ടെസ്റ്റ് കോയിൻ ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് പിന്നൊന്നും വേണ്ട എന്നുള്ളതാണ്. കാരണം 2, 3, 4, 5 കോടി മുടക്കി ഒരു കറൻസി ഹിറ്റ് ആക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആൾക്കാരുടെ മൈൻഡിലേക്ക് മനസ്സിലേക്ക് നമ്മൾ ടെസ്റ്റ് കോയിൻ എത്തുകയാണ്. അപ്പം ഈ ഒരു തരത്തിലേക്ക് നമ്മൾ വളരുന്നു. ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? മാക്സിമം ടെസ്റ്റ് കോയിൻ മേടിച്ചു വെച്ചു. അത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ, ആരെയും നമ്മൾ നിർബന്ധിക്കില്ല. മറ്റേ ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ $1000 $10,000 മേടിച്ചു, അത് നമ്മളുടെ ഇഷ്ടമാണ് 100%. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത്, ശരിയാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ പോകുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടെസ്റ്റ് കോയിനും മേടിച്ചു വെച്ചു. ICO പീരീഡിൽ നമുക്ക് വില കുറഞ്ഞ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആൻഡ് ഓൾസോ ഈ ഒരു 2-3 മാസങ്ങളിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത് മോർ ദാൻ 200% ആണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടാണ് പറയുന്നത്. എങ്ങനെ എന്തൊക്കെ ചെയ്തു? ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, എക്സ് ഹാൻഡിലുകളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവാണ്. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞ ഒരു കറൻസി ഹിറ്റ് ആവുന്നത്. ഇതിനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വേൾഡ് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, അകത്ത് കൊണ്ടുവരിക, അവരെ കൊണ്ടുവരാനുള്ള മൂവ്മെന്റ് നമ്മൾ ചെയ്യുക. അതിനുവേണ്ടിയുള്ള PR ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ PR-ന്റെ ഭാഗമായി നമ്മളെല്ലാവരും മാറുക. എല്ലാവരോടും ഇനി മുതൽ പറയാൻ പറ്റുന്ന ആ ഒരു ലിങ്ക് ഉൾപ്പെടെയുള്ളത് ഇപ്പം നമ്മളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ആവും. അപ്പം നമ്മളുടെ ടെസ്റ്റ് കോയിൻ ഇസ് ഗോയിങ് ടു ഹിറ്റ്. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കറൻസികളുടെ ഒരു നിരയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ടെസ്റ്റ് കോയിനും ഉണ്ടാവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആസ് എ ഡെവലപ്പേഴ്സിന്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കും ഉണ്ടാവേണ്ട ആഗ്രഹം. അപ്പൊ അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജൂൺ എൻഡിൽ നോക്കുമ്പോഴത്തേക്ക് ടെസ്റ്റ് കോയിനും ലാലേട്ടനും ഓക്കെ. അത് കഴിയുമ്പോൾ അതിന് മുന്നേ തന്നെ ഗിബ്സ് അദ്ദേഹം നമ്മുടെ വലിയൊരു മൊമെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ എന്താണ് പ്രൈസ് പൂൾ നടക്കുന്നുണ്ട്. IPL-ന്റെ ഫൈനൽ ഉണ്ടല്ലോ, മാൻ ഓഫ് ദ സീരീസ്, മാൻ ഓഫ് ദ ടൂർണമെന്റ്. ഈ മാൻ ഓഫ് ദ ടൂർണമെന്റ്, മാൻ ഓഫ് ദ സീരീസിനും പ്രൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയും ടെസ്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും സോണി ലൈവ് 2-ൽ ഇത് ലൈവ് ഉണ്ടാവും. അപ്പം ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ കഴിഞ്ഞ 8 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മണിച്ചിത്രത്താഴിനകത്ത് പറയുന്നത് പോലെ സഞ്ചരിക്കാൻ പാടുള്ള വഴികളിലൂടെ ഒരു ഭ്രാന്തനെ കുറച്ച് ക്രേസി ആവണം. അല്ല ക്രേസി ആവുക. ക്രേസി അബൌട്ട് പ്രോജക്ടസ്, ബി ക്രേസി അബൌട്ട് പ്രോജക്ടസ്. എല്ലാവരോടും സംസാരിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വളരെ സ്ട്രോങ് ആയി പിടിക്കുക. പറഞ്ഞ എക്സിറ്റ് പ്ലാനിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. അതിലേക്ക് എത്തിച്ചേർക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നുള്ള സന്തോഷത്തോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ്. ഇപ്പൊ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഇതിന്റെ ലിങ്കുകളും കാര്യങ്ങളും പോസ്റ്റേഴ്സും കിട്ടും. സെറ്റിൽ ആയിക്കോ. ലൈഫിൽ ഏറ്റവും വലിയ സ്വപ്നം ഇതിലൂടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്, വിഷിംഗ് യു ഓൾ സക്സസ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ.